രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയുള്ള വോട്ട് ചോരി ആരോപണം. പക്ഷെ അതൊന്നും ഏറ്റില്ല. ജനങ്ങൾ പുച്ഛിച്ച് കളഞ്ഞ് വേറൊരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഘടകകക്ഷികൾ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല, വോട്ട് ചോരി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം സുപ്രിയ സുലെയുടെയും അതുകൂടാതെ ഒമർ അബ്ദുള്ളയുടെയും എല്ലാം പ്രസ്താവനകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ മാത്രം സംഭവമാണ് ഇത്, വോട്ട് ചോരി. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്ഷനുമില്ല എന്നാണ് ഈ ഘടകകക്ഷി നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് മറ്റു മാർഗങ്ങളും തേടിയിരുന്നു. നേരത്തെ ലഡാക്കിലെ ഒരു കലാപം ആസൂത്രണം ചെയ്യാനുള്ള ശ്രമം നടത്തി. ജെൻസിയോട് കലാപത്തിന് ഇറങ്ങാൻ രാഹുൽ ഗാന്ധി പലകുറി ആവശ്യപ്പെട്ടു. പക്ഷേ ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ബീഹാർ ഇലക്ഷനിലായിരുന്നു. കാരണം ബീഹാറിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നിതീഷ് കുമാറും BJPയും തമ്മിൽ ഉടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരാജയത്തിന് ശേഷം നിതീഷ് കുമാർ തിരികെ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും ഒന്നും നടന്നില്ല. വൻ ഭൂരിപക്ഷത്തോടെ BJP JDU സഖ്യം വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഒരു കെട്ടുറപ്പ്, JDUയും NDAയിലെ ആ ഒരു കെട്ടുറപ്പ് BJPയുമായുള്ള ഒരു കെട്ടുറപ്പാണെങ്കിൽ വളരെ സുഗമമായി മുന്നോട്ട് പോയി. ഇതെല്ലാം വലിയ തിരിച്ചടികളാണ്